എന്തിനും ഏതിനും പ്രതികരിക്കുന്ന പാർട്ടിയാണ് CPM. അങ്ങനെയാണ് വാദം. പക്ഷേ ഒരു കത്ത് പുറത്തേക്ക് വന്നപ്പോൾ നേതൃത്വത്തിന് മിണ്ടാട്ടം മുട്ടിപ്പോവുകയാണോ? സർവത്ര സുതാര്യമാകണമെന്ന് ദേശീയതലത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നതിനിടെയാണ് ഹവാല, വിദേശ പണമിടപാട് ഉൾപ്പെടെ ആരോപിക്കുന്ന കത്തൊരു ബോംബായി പൊട്ടുന്നത്. ഉന്നമാര്, ലക്ഷ്യമെന്ത്, പിന്നിലാര്? ഒരു വിദേശ മലയാളി രാജേഷ് കൃഷ്ണ, ആള് ലണ്ടനിലെ സഖാവാണ്. ലോക കേരള സഭയിൽ ഉൾപ്പെടെ സർക്കാർ ചെലവിൽ പങ്കെടുത്തിട്ടുണ്ട്. തിരിച്ച് ഇപ്പോഴത്തെ പല മന്ത്രിമാർക്കും നേതാക്കൾക്കും ഫണ്ട് നൽകിയിട്ടുണ്ട് എന്നതാണ് വിവരം. മുഹമ്മദ് ഷർഷാദ് എന്ന വ്യവസായി രാജേഷ് കൃഷ്ണയുടെ ഇടപാടുകളെക്കുറിച്ച് CPM പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിശദമായി നമുക്കൊന്ന് നോക്കാം. കത്തുകയാണ്. പോളിറ്റ് ബ്യൂറോയ്ക്ക് വന്ന കത്ത് എങ്ങനെ ചോർന്നു എന്ന ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നു. ആർക്കൊക്കെ പങ്കാളിത്തമുണ്ട് എന്ന ആരോപണങ്ങൾ ഒരു ഭാഗത്തേക്കുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകന്റെ റോൾ എന്താണ് എന്നടക്കമുള്ള ചോദ്യങ്ങൾ വരികയാണ്. PB ക്ക് നൽകിയ കത്ത് എങ്ങനെ ചോർന്നു എന്ന ചോദ്യം വളരെ പ്രധാനമായി സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. രാജേഷ് സുപ്രീം കോടതിയിൽ നൽകിയ ഒരു ഹർജിയുടെ ഭാഗമായാണ് PB ക്ക് നൽകിയ കത്ത് എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ആ കത്ത് കൂടി അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഒരു വ്യവസായി നൽകിയ കത്ത് എങ്ങനെയാണ് ഇയാൾക്ക് ചോർന്ന് കിട്ടിയത് എന്നതാണ് വലിയ പ്രധാനപ്പെട്ട ചോദ്യം. കത്തില്ല എന്ന് പാർട്ടി പറയുമോ? ആ ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഇതുവരെയും പാർട്ടിയുടെ ഭാഗത്ത് അങ്ങനെ ഒരു പ്രതികരണമില്ല. കത്ത് ലഭിച്ചെങ്കിൽ അത് ചോർന്നത് എങ്ങനെയാണ് എന്ന് വിശദീകരിക്കേണ്ടി വരും. അപ്പോൾ കത്തില്ല എന്ന് പറയുന്നതും പ്രതിസന്ധിയാണ്. കത്തുണ്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ചോർന്നു എന്ന ചോദ്യത്തിനുൾപ്പെടെ മറുപടി പറയേണ്ടി വരും സംസ്ഥാന നേതൃത്വം, ഒപ്പം കേന്ദ്ര നേതൃത്വവും. PB ക്ക് നൽകിയ കത്തായതുകൊണ്ട് ദേശീയ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രതികരണം പ്രതീക്ഷിക്കേണ്ടതാണ്. ചോർത്തിയത് ആര് എന്ന ചോദ്യം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. സെക്രട്ടറിയുടെ മകൻ ചോർത്തിയോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. ഷർഷാദ് നൽകുന്ന വിവരത്തിൽ നിന്ന്, ഷർഷാദിന്റെ ആരോപണത്തിൽ നിന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാം കത്ത് ചോർത്തി എന്നതാണ് ആരോപണം. ആ ആരോപണത്തിൽ ഉൾപ്പെടെ കൃത്യമായൊരു മറുപടി ഇതുവരെയും CPM നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. CPM-ലെ കത്തുവാദത്തിൽ പോലീസിനും അതിനിടയിൽ പരാതി വരികയാണ്. വ്യവസായി ഷർഷാദ് DGP നൽകിയ പരാതി അത് മാതൃഭൂമി ന്യൂസിൽ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഈ ദിവസം പുറത്തു വരികയാണ്. തോമസ് ഐസക്, MB രാജേഷ്, P ശ്രീരാമകൃഷ്ണൻ എന്നിവരുടെ ബിനാമിയാണ് രാജേഷ് കൃഷ്ണ എന്നതാണ് ഷർഷാദിന്റെ വ്യവസായിയുടെ ആരോപണം. രാജേഷ് കൃഷ്ണയുടെ കമ്പനി MB രാജേഷിന്റെ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് 13 ലക്ഷം രൂപ നൽകി എന്നതുൾപ്പെടെയുള്ള വലിയ ഗൗരവമുള്ള ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങൾ സജീവമാകുമ്പോഴാണ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് കാര്യമായ പ്രതികരണം ഇല്ലാതെ പോകുന്നത്. കത്ത് വിവാദത്തിന് പിന്നാലെ CPM-നെ കൂടുതൽ പ്രതിരോധത്തിൽ നിർത്തുന്നതാണ് ഷർഷാദ് DGP-ക്ക് നൽകിയ പരാതി. ആ പരാതിയുടെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 2023-ലാണ് DGP-ക്ക് ഇത് സംബന്ധിച്ച് പരാതി ഷർഷാദ് നൽകുന്നത്. ഇതിൽ CPM-ലെ മുതിർന്ന നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബിനാമി ആരോപണമാണ്. മുൻ മന്ത്രിയും CPM-ന്റെ മുതിർന്ന നേതാവുമായ TM തോമസ് ഐസക്, മുൻ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, നിലവിലെ മന്ത്രി MB രാജേഷ്, ഒപ്പം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് എന്നിവർക്കെതിരെയാണ് ബിനാമി ആരോപണം. ഇവരുടെയൊക്കെ ബിനാമിയാണ് താനെന്ന് രാജേഷ് കൃഷ്ണ പറഞ്ഞു എന്നതാണ് ഈ പരാതിയിൽ ഷർഷാദ് പ്രധാനമായും പറയുന്നത്. ഇത് സംബന്ധിച്ച് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നും ഷർഷാദ് വ്യക്തമാക്കുന്നുണ്ട്. ഈ പരാതി അവഗണിക്കാൻ കാരണം P ശശിയാണ് എന്ന ആരോപണമാണ് ഉയർത്തുന്നത്. പരാതി ലഭിച്ച് 72 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പരാതിയിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് അന്വേഷണം നടത്താതിരിക്കുകയാണ് ചെയ്തതെന്നും ഷർഷാദ് ആരോപിക്കുന്നു. കത്ത് ഗൗരവമുള്ളതായി മാറുന്ന കത്തിലെ ആരോപണങ്ങൾ കൊണ്ടുകൂടിയാണ്. രാജേഷ് കൃഷ്ണ ഉൾപ്പെടെ ആരിൽ നിന്നെല്ലാം വഴിവിട്ട് പണം സ്വീകരിക്കുന്നുണ്ട് എന്നതാണ് ചോദ്യം. അതിന് എന്ത് പ്രത്യുപകാരമാണ് സർക്കാരും അല്ലെങ്കിൽ പാർട്ടിയും അല്ലെങ്കിൽ നേതാക്കളും അല്ലെങ്കിൽ അവരുടെ ഉറ്റവരും നൽകുന്നത്? അവതാരങ്ങളില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ ജനങ്ങൾ അതെല്ലാം വിശ്വസിക്കണോ? അസംബന്ധങ്ങൾക്ക് മറുപടി പറയാനില്ല എന്ന് MV ഗോവിന്ദൻ പറഞ്ഞാൽ അതിനെ ഒരു അസംബന്ധമായി അല്ലാതെ എങ്ങനെയാണ് കേരളത്തിന് കാണാൻ കഴിയുക? മകനെതിരെയാണ് ആരോപണം ഉണ്ടായിരിക്കുന്നത്. നിലയെ പ്രതികരിച്ചു, അസംബന്ധങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല. മലയാളത്തിലാ പറഞ്ഞത്. അസംബന്ധങ്ങളോട് പ്രതികരിക്കുന്നില്ല. സംസ്ഥാന സെക്രട്ടറിയുടെ മകനെതിരെ മാത്രമല്ല, കത്തിന്റെ ഉള്ളടക്കത്തിലും കത്ത് ചോർച്ചയിലും നേതാക്കൾക്ക് നേരെ തന്നെയാണ് ചൂണ്ടുവിരൽ നീളുന്നത്. കത്തയച്ചത് MA ബേബിക്കാണ്. ബേബിയോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് കൈ കഴുകി ഒഴിയുകയാണ് മുൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട്. ആ പ്രതികരണം, ഹ്രസ്വമായ ആ പ്രതികരണം. പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത ഒരു പരാതി ചോർന്നു എന്നാണ് ആരോപിച്ചത്. ബേബിയോട് ചോദിക്കുന്നില്ല, ബേബിക്ക് കത്തയച്ചിരിക്കുന്നത്. ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പോലും ഒരു വ്യക്തത വരുത്തിയിട്ടില്ല.
മാധ്യമങ്ങളോട് വിശദമായി പ്രതികരിക്കുന്ന പതിവുണ്ട് എം എ ബേബിക്ക്, പ്രത്യേകിച്ച് മൂലധനാഗമന കൊളോണിയൽ സാമ്രാജ്യത്വ വിഷയങ്ങളിൽ പ്രത്യേകമായി. പക്ഷേ ഇപ്പോൾ മൗനമാണ്. ലണ്ടൻ വഴി വരുന്ന ആരോപണത്തോട് കാര്യമായ പ്രതികരണമേ ഉണ്ടായിട്ടില്ല പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നും. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പ്രതികരിക്കുന്നില്ല. അങ്ങനെയാണോ? ഒരാവശ്യമുള്ള കാര്യമില്ല. അല്ല, അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടോ? ഈ ഷർഷാദ് എന്ന് പറയുന്ന ആൾ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ആകെ ഒരു പുകമറ അതിപ്പോഴും നിൽക്കുകയാണ്. ആരാണ് ഈ വിവാദ വ്യവസായി രാജേഷ് കൃഷ്ണ? എന്താണ് രാജേഷ് കൃഷ്ണയ്ക്ക് എതിരായ ആരോപണങ്ങൾ? എന്തുകൊണ്ടാണ് രാജേഷ് കൃഷ്ണ ഇപ്പോൾ കോടതിയിൽ നൽകിയിരിക്കുന്ന കത്ത്, അത് രാജേഷ് കൃഷ്ണയ്ക്കെതിരായ ആരോപണങ്ങളുള്ള ആ കത്ത്, അത് പുറത്തു വരുമ്പോൾ വലിയ ചലനം പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. ആരാണ് വിവാദ വ്യവസായി രാജേഷ് കൃഷ്ണ? പത്തനംതിട്ട വാര്യപുരം സ്വദേശി, പത്തനംതിട്ട കാത്തലിക് കോളേജിലെ SFI നേതാവ്. SFI ജില്ലാ കമ്മിറ്റി നേതാവായിരിക്കെ CPM അനുകൂല ചാനലിൽ മാധ്യമപ്രവർത്തകനായി തിരുവനന്തപുരത്തെത്തി. പിന്നെ വിദേശത്ത് ബിസിനസ്. ഇക്കാലത്ത് ചില CPM നേതാക്കന്മാരുമായി അടുത്ത ബന്ധം തുടങ്ങി. തിരഞ്ഞെടുപ്പ് ഫണ്ട് കണ്ടെത്താൻ ചില CPM നേതാക്കളുടെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചുവെന്ന് ആരോപണം നേരിട്ടു. പാർട്ടി കോൺഗ്രസ് പ്രതിനിധിയാകാൻ ശ്രമിക്കവേ വാർത്തകളിൽ ഇടം നേടി. AIC പ്രതിനിധിയായി ലണ്ടനിൽ നിന്ന് മധുരയിലെത്തി. മുൻപ് ഒരു യൂട്യൂബ് ചാനൽ ഉടമയെ തല്ലിയെന്നും ആരോപണമുയർന്നു. പുഴു എൻ്റെ എക്കാക്കൊരു പ്രേമുണ്ടാർന്നു സിനിമയുടെ നിർമ്മാതാവ്. ലണ്ടൻ ടു കേരള റോഡ് യാത്ര പുസ്തകമാക്കി. യാത്ര പാതി വഴിയിൽ മുടങ്ങിയെന്ന് ഷർഷാദ് പരാതി നൽകിയിട്ടുണ്ട്. രാജേഷിൻ്റെ ഭാര്യയും ലണ്ടനിലാണ്. ലോക കേരള സഭ അംഗമായതോടെ വീണ്ടും പാർട്ടിയിൽ സജീവമായി. MP രാജേഷിന് ഉൾപ്പെടെ എതിരെയാണ് ആരോപണങ്ങൾ. കത്തുവാദത്തിൽ ഒരു വ്യക്തമായ മറുപടി ഒരു നേതാക്കളുടെയും ഭാഗത്തുനിന്ന് വരുന്നില്ല. മന്ത്രി MP രാജേഷും അതേ മൗനം തുടരുകയാണ്. 4 വർഷമായി വാട്സാപ്പിൽ കറങ്ങി നടക്കുന്ന കത്ത് എന്ന് ലഘൂകരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. വിവാദങ്ങൾക്ക് പാർട്ടി സെക്രട്ടറി മറുപടി നൽകിയിട്ടുണ്ട്. താൻ വ്യക്തത വരുത്തേണ്ട കാര്യങ്ങൾ കത്തിൽ ഇല്ല എന്നും MP രാജേഷ് പറയുന്നു. പക്ഷേ പാർട്ടി സെക്രട്ടറിയും ഒന്നും പറയുന്നതായി നമ്മൾ കേൾക്കുന്നില്ല. രാജേഷ് കൃഷ്ണയെ അറിയാമോ എന്ന അടുത്ത മാധ്യമപ്രവർത്തക ചോദ്യത്തിനും MP രാജേഷ് വ്യക്തമായ ഒരു മറുപടിയും നൽകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ആ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായി. തൽക്കാലം അതിനൊരു വാർത്തയ്ക്ക് തലക്കെട്ടുണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് പാർട്ടി സെക്രട്ടറി മറുപടി കുറെ പേരുണ്ടല്ലോ. ഈ കത്ത് 4 കൊല്ലമായിട്ട് വാട്സാപ്പിൽ നടക്കേണ്ട കത്തല്ലേ. അപ്പൊ അത് നടക്കട്ടെ, നിങ്ങൾ ആഘോഷിച്ച്. എങ്ങും തൊടാതെ ഒന്നും മിണ്ടാതെ ഒഴിഞ്ഞു മാറുകയാണ് MP രാജേഷ്. ഇതൊക്കെ പഴയൊരു കത്തല്ലേ എന്ന നിലയിൽ ലഘൂകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി തോമസ് ഐസക്കിന്റെ ഒരു പ്രതികരണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. തോമസ് ഐസക്കിന് എതിരെ ഉയർന്ന ആരോപണം, ഈ കത്തിന്റെ ഭാഗമായി വന്ന ആരോപണം, അത് അദ്ദേഹം നിഷേധിക്കുന്നു. നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് ഐസക് വ്യക്തമാക്കുന്നത്. ഞാനുമായി ബന്ധപ്പെടുത്തി ചില മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന ആക്ഷേപം അസംബന്ധമാണ്, ഒരടിസ്ഥാനവും ഇല്ലാത്തതാണ്. ഇത് ഉന്നയിച്ചിരിക്കുന്ന വ്യക്തി ആരോപണം പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സിവിലായും ക്രിമിനലായും അയാൾക്കെതിരായിട്ടുള്ള കോടതി നടപടികൾ സ്വീകരിക്കും. ഈ വിവാദ കത്തെന്ന് പറയുന്നത് എന്തോ ചോർന്ന് കിട്ടിയെന്ന് പറഞ്ഞു കിടക്കുകയാണ്. ഈ ആരോപണം ഉന്നയിച്ച ആൾ തന്നെ മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലിട്ട കാര്യമല്ലത്. അത് പിന്നെ എങ്ങനെ ചോരുന്നത്? പബ്ലിക് ഡൊമൈനിലേക്ക് ആരോപണം ഉന്നയിച്ച ആൾ തന്നെ ഇട്ട്. അതേസമയം രാജേഷ് കൃഷ്ണനെ കോടതി അറിയിക്കുന്നത് PBക്ക് നൽകിയ പരാതിയാണ്. അവിടെയാണ് ആ പ്രശ്നം വരുന്നത്. PBക്ക് ഇങ്ങനൊരു പരാതി ലഭിച്ചിട്ടുണ്ടോ? അതിൽ രാജേഷ് കൃഷ്ണയ്ക്കെതിരായ ആരോപണം ഉണ്ടായിരുന്നോ? അങ്ങനെയെങ്കിൽ ആ കത്ത് എങ്ങനെ ചോർന്നു? അതെങ്ങനെയാണ് PBക്ക് ഇങ്ങനെ പരാതി കിട്ടിയെങ്കിൽ അത് രാജേഷ് കൃഷ്ണ അറിഞ്ഞതും അത് കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ വരികയാണ്. പ്രത്യേക അജണ്ടയുടെ ഭാഗമായാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. എന്താണ് ആരോപണ വിധേയനായ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് P രാജീവിന്റെ പ്രതികരണം? CPMനെ സംബന്ധിച്ച് എന്തെങ്കിലും കിട്ടുമോ എന്ന ഒരു വല്ലാത്ത ഒരു താല്പര്യത്തോടുകൂടി മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കുമെന്ന് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ വെളിപ്പെടുത്തൽ, ഞങ്ങൾ ഉൾപ്പെടെ CPM ഉൾപ്പെടെ നേരത്തെ നടത്തിയിട്ടുള്ള ചില നിലപാടുകൾ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഗൗരവമായ ചർച്ച രാജ്യത്ത് നടന്നു വരുന്നു. അതിന് എത്ര കോളം കൊടുത്തിട്ടുണ്ട്, ഇതിനെത്ര കോളം കൊടുത്തിട്ടുണ്ട് എന്ന് നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അത് ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇനിയും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതിനിപ്പോൾ തെരഞ്ഞെടുപ്പ് വർഷമാണല്ലോ. PBക്ക് നൽകിയ കത്ത് എങ്ങനെ പുറത്തേക്ക് വന്നു?
അതിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകനെ ഉൾപ്പെടെ ആരോപണ നിഴലിൽ നിർത്തുമ്പോൾ എന്തുകൊണ്ട് പാർട്ടി കൃത്യമായി വിശദീകരിക്കുന്നില്ല? ഈ ചോദ്യങ്ങൾ സ്വാഭാവികമായി ചർച്ച ചെയ്യപ്പെടുന്നു. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ വരികയാണ്. ഹവാല, റിവേഴ്സ് ഹവാല ഇടപാടുകൾ നടന്നു എന്നാണ് കത്തുവാദത്തിലൂടെ വെളിപ്പെടുന്നതെന്നാണ് പ്രതിപക്ഷ വി.ഡി. സതീശന്റെ ഇന്നത്തെ പ്രതികരണം. ഗുരുതരമായ സാമ്പത്തിക കുറ്റം അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. വി.എസ്. അച്യുതാനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ CPM നേതൃത്വത്തിനെതിരെ കുരിശ് യുദ്ധം നടത്തിയനെ എന്ന് കെ മുരളീധരനും ഈ കമന്റിനോട് ആഡ് ചെയ്യുകയാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ ആർജവം MV ഗോവിന്ദൻ കാണിക്കുന്നില്ല എന്നാണ് BJP നേതാവ് വി. മുരളീധരന്റെ പ്രതികരണം. പ്രതിപക്ഷ നിരയിലെ ആ പ്രതികരണങ്ങൾ. ഏറ്റവും സുപ്രധാനമായ കാര്യം, മദ്രാസിലൊരു കമ്പനി ഉണ്ടാക്കി, ആ കമ്പനിയിലേക്ക് പണം വിദേശത്തു നിന്ന് വന്നു അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഈ നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് പണം പോയി എന്നുള്ള, അതിന് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. അതിന് മറുപടി പറഞ്ഞാൽ മതിയാവും. ഇത് ഹവാലയുണ്ട്, റിവേഴ്സ് ഹവാലയുണ്ട്. തന്റെ സത്യസന്ധത തെളിയിക്കാൻ ഗോവിന്ദൻ മാഷ്ക്ക് ബാധ്യതയുണ്ട്. അതിനധികം മുൻകൈ എടുക്കണം. അദ്ദേഹത്തിന്റെ മകനെയും അദ്ദേഹത്തിനെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളത്. അന്വേഷണം വേണം, നിയമ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണ്. സ്വന്തം മകനെക്കുറിച്ച് പരാതി ഉയർന്നു വന്നപ്പോൾ അന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണൻ വിശദീകരണം നൽകാനുള്ള ആർജവമെങ്കിലും കാണിച്ചിരുന്നു. അതുപോലും ഇപ്പോഴത്തെ സെക്രട്ടറിക്ക് കാണിക്കാൻ സാധിക്കുന്നില്ല, തയ്യാറില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന സാഹചര്യം. അമൽ തെരമ്പറമ്പിൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. അമൽ, കത്തുണ്ട് എന്ന് പറയാനോ ഇല്ല എന്ന് പറയാനുള്ള ആർജവം CPM നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതേയില്ല എന്നാണ് പാർട്ടി ആലോചിക്കുന്നത്. കത്ത് എങ്ങനെ ചോർന്നുവെന്നാണ് കത്തിലെ ആരോപണങ്ങൾ. അത് അതീവ ഗൗരവതരമാണ്. അത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ്. അക്കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ക്യാമറയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ പോലും കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടോ നേതാക്കൾ? രതീഷ, ഈ കത്ത് തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലേക്ക് പാർട്ടി നേതൃത്വം മാറുകയാണ്. വലിയ പ്രതിസന്ധിയിലൂടെ പാർട്ടി കടന്നു പോകുന്നു എന്ന നേതാക്കന്മാരുടെ പ്രതികരണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഷെർഷാദ് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഈ പറയുന്ന രാജേഷ് കൃഷ്ണ, ഇവരൊന്നും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ആരുമല്ല. പക്ഷേ MV ഗോവിന്ദൻ അതോടൊപ്പം തന്നെ രാജേഷ് അടക്കമുള്ള ആളുകൾ എന്ന് പറയുന്നത്, തോമസ് ഐസക് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവർ ഈ പാർട്ടിയോടെങ്കിലും മറുപടി പറയാൻ ഈ വിഷയത്തിൽ തയ്യാറാകണം എന്നുള്ളതാണ് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. വിശദീകരണങ്ങൾ ഉണ്ടാകുന്നതില്ല. കടുത്ത സാമ്പത്തിക ആരോപണങ്ങൾ, ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഈ കത്തിൽ. ഈ കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നിയമ പോരാട്ടത്തിലേക്ക് മാറും. രാജേഷ് കൃഷ്ണയുമായുള്ള ഹൈക്കോടതിയിലെ കേസിൽ ഒരു നിയമ പോരാട്ടം നടക്കും, ഒരു ഏറ്റുമുട്ടൽ നടക്കും. എന്നാൽ കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാകേണ്ടി വരും. എങ്കിലും ഇന്നിപ്പോൾ ചെറിയൊരു ആശ്വാസം പാർട്ടിക്ക് നൽകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, മുൻപ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ട് ഷെർഷാദിന്റെ ഒരു വിശദീകരണം വന്നിരുന്നു. പാർട്ടി നേതാക്കന്മാർക്ക് തന്നെ നൽകിയ ഒരു കത്തുമായി ബന്ധപ്പെട്ടൊരു മെയിലിൽ പറയുന്നത് രാജേഷ് കൃഷ്ണയാണ് തന്നെ കൊണ്ട് ഇതെല്ലാം പറയിക്കുന്നത് എന്നുള്ളതാണ് ഇയാൾ പറയുന്നത്. അത് പാർട്ടി ഇപ്പോൾ വലിയ തോതിൽ ഒരു പ്രതിരോധ ആയുധമാക്കി ഉപയോഗിക്കുകയാണ്. ഇദ്ദേഹം കൃത്യമായ നിലപാട് പറയുന്ന ആളല്ല. മാത്രമല്ല MV ഗോവിന്ദനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതി ഉള്ള ആളല്ല ഷെർഷാദ് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പാർട്ടി ഇപ്പോൾ ഈ വിഷയത്തെ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും എന്തെല്ലാം വിവരങ്ങൾ പുറത്തേക്ക് വരാനുണ്ട് എന്നുള്ളതുകൂടി വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. പ്രതിപക്ഷം എന്തായാലും ഈ വിഷയത്തെ രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കുന്നു. ആ പ്രതികരണങ്ങളാണ് കെ മുരളീധരന്റെയും. രാഷ്ട്രീയമായ പ്രതികരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് സ്വാഭാവികമാണ്. ഹവാല, റിവേഴ്സ് ഹവാല, സാമ്പത്തിക ഇടപാടുകൾ, അവതാരങ്ങൾ, അങ്ങനെ ഒട്ടേറെ പരാമർശങ്ങൾ ഈ കത്തുവാദവുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കപ്പെടുകയാണ്. എങ്ങനെയാണ് ഇവരൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പണം നൽകുക? അങ്ങനെ പണം നൽകിയിട്ടുണ്ടോ? നൽകിയിട്ടില്ലെങ്കിൽ അതെന്തുകൊണ്ട് വിശദീകരിക്കപ്പെടുന്നില്ല? എന്താണ് പിന്നണിയിൽ നടക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ? എങ്ങനെയാണ് ചില ആളുകൾക്ക്, നേരത്തെ അമൽ സൂചിപ്പിച്ച പോലെ കേരളീയ പൊതുസമൂഹവുമായി നേരിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത, അങ്ങനെ പൊതുസമൂഹത്തിലാകെ കേൾക്കാത്ത, അങ്ങനെ രാഷ്ട്രീയമായി കേൾക്കാത്ത ആളുകളൊക്കെ പിന്നണിയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്? ഇതൊക്കെ നേതാക്കളുമായി ഇവർക്ക് സാമ്പത്തിക ഇടപാടുണ്ട്. ആ ഇടപാടുകൾക്ക് ഇവർക്ക് എന്താണ് പ്രതിഫലമായി ലഭിക്കുക? തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. കത്തുവാദം, തിരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള നീക്കം, അങ്ങനെ മാത്രമേ കാണാൻ കഴിയൂ എന്നതാണ് വിദ്യാഭ്യാസ വി. ശിവൻകുട്ടിയുടെ ഇന്നത്തെ ഒരു പ്രതികരണം. പാർട്ടി സെക്രട്ടറി നിലപാട് വ്യക്തമാക്കും, പക്ഷേ അദ്ദേഹം ഒന്നും പറയുന്നത് നമ്മൾ കണ്ടില്ല. പാർട്ടി തീർച്ചയായിട്ടും അതിന് ക്ലാരിറ്റി വരുത്തുന്നതിന് തർക്കമില്ല. ഇത് തിരഞ്ഞെടുപ്പിന് മുന്നിൽ കാണുന്ന ഒരു പ്രചരണമായിട്ട് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നു. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ആ കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ ഇതിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും വിശദീകരിക്കും. അവതാരങ്ങളാണെന്ന് പറഞ്ഞു നടക്കുന്നതല്ല, പാർട്ടിക്കകത്ത് അവർക്ക് വേറെ സ്വാധീനമുണ്ട്. അവരിങ്ങനെ അവതാരങ്ങളാണ്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പാർട്ടിയായിട്ട് ഒരു ബന്ധം ഉണ്ടാവും. തള്ളുന്നില്ല, കൊള്ളുന്നില്ല, കൃത്യമായ മറുപടിയില്ല. സ്വാഭാവികമായും കത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളിൽ അടുത്ത ദിവസങ്ങളിലുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ്. വലിയ ദുരൂഹത കത്തുമായി ബന്ധപ്പെട്ട്, കത്തിലെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്.